പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് WWE ഹോൾ ഓഫ് ഫെയിമറായ എഡ്ജ് ഇപ്പോൾ AEWയിൽ വർക്ക് ചെയ്യുന്ന ഏദം കോപ്ലാൻഡിൻ്റെ WWE റിംഗ് നെയിമായ എഡ്ജ് എന്ന് പറയുന്ന പേര് ഇപ്പോൾ WWE സ്വന്തമാക്കിയിരിക്കുന്നു. അതിൻ്റെ ട്രേഡ് മാർക്ക് WWE ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അറിയാൻ സാധിക്കുന്ന അപ്ഡേറ്റ്. അപ്പോൾ ഏദം കോപ്ലാൻഡ് എന്ന നിലവിലെ താരത്തിന് എഡ്ജ് എന്ന് പറയുന്ന പേര് അദ്ദേഹത്തിന് മറ്റൊരു റെസ്ലിംഗ് കമ്പനിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കില്ല. മറ്റൊരു റെസ്ലിംഗ് കമ്പനിക്കും ഇനി എഡ്ജ് എന്ന് പറയുന്ന പേര് ഒരിക്കലും യൂസ് ചെയ്യാൻ സാധിക്കില്ല. റെസ്ലിംഗുമായി ബന്ധപ്പെട്ട് എഡ്ജ് എന്ന് പറയുന്ന ഈ റിംഗ് നെയിം അത് WWEയിലുള്ള എഡ്ജ് എന്ന ക്യാരക്ടറിനെ മാത്രമേ യൂസ് ചെയ്യാൻ സാധിക്കൂ എന്നും അത് WWEയുടെ സ്വന്തം പ്രോപ്പർട്ടിയായി മാറിയിരിക്കുന്നു എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എഡ്ജ് ഭാവിയിൽ WWEയിലേക്ക് തന്നെ അപ്പിയറൻസുകൾ നടത്താൻ സാധ്യത കൂടുതൽ എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന പോയിന്റ്. രണ്ടാമത്തെയും അവസാനത്തേതുമായ അപ്ഡേറ്റ് സൂപ്പർ താരമായ ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടേണിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് റോയുടെ ജനറൽ മാനേജറായ ഏദം പിയേഴ്സ് ട്വിറ്ററിൽ പങ്കുവച്ചിരിക്കുന്ന ലേറ്റസ്റ്റ് പോസ്റ്റുകളാണ്. ഏദം പിയേഴ്സ് കുറച്ച് ഫോട്ടോസ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ സോഷ്യൽ മീഡിയയിൽ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. മറ്റൊന്നുമല്ല, സർവൈവർ സീരീസിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള സർവൈവർ സീരീസിന് മുൻപ് റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ള ചില റെസ്ലേഴ്സിൻ്റെ ഒരു ഫോട്ടോസൊക്കെയാണ് ഏദം പിയേഴ്സ് ഓരോന്നോരോന്നായി പങ്കുവെക്കുന്നത്. അതിൽ അദ്ദേഹം ആദ്യം പങ്കുവെക്കുന്ന ഒരു ഫോട്ടോയാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം മാറിയിരിക്കുന്നത്. അത് മറ്റാരുടെയുമല്ല, സാക്ഷാൽ ബ്രോക്ക് ലെസ്നറിനെയും പോൾ ഹെയ്മനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഏദം പിയേഴ്സും കൂടി ഭാഗമായിട്ടുള്ള ഒരു പിക്കാണ് ഏദം പിയേഴ്സ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ പോൾ ഹെയ്മൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചനയാണ് ഏദം പിയേഴ്സ് അവിടെയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചില അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഏദം പിയേഴ്സ്, പോൾ ഹെയ്മൻ ഇവർക്ക് മാത്രമായിട്ടുള്ള പിക്ചേഴ്സ് വേണമെങ്കിൽ ഏദം പിയേഴ്സിനെ പങ്കുവെക്കാമായിരുന്നു. എന്തിന് ബ്രോക്കിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു പിക്ചർ പങ്കുവെച്ചു എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ബ്രോക്കിൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചന അല്ലേ ഏദം പിയേഴ്സ് അവിടെ നൽകുന്നത് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ഒരു സംശയമായി മാറിയിട്ടുള്ളത്. പോൾ ഹെയ്മൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. സ്റ്റോറി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പോൾ ഹെയ്മൻ ബ്രോക്കുമായി തിരിച്ചു വന്ന് റോമൻ റീൻസിൻ്റെ ബ്ലഡ് ലൈനിലേക്ക് ബ്രോക്കിനെ 5ാമത്തെ മെമ്പറായിട്ട് ഇട്ടുകൊടുക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. സർവൈവർ സീരീസിൽ തന്നെ നമുക്കതൊക്കെ കണ്ടു തന്നെ അറിയാവുന്നതാണ്. പിന്നീട് ഏദം പിയേഴ്സ് പങ്കുവെക്കുന്ന മറ്റൊരു പിക്ചർ സെത്ത് റോളിൻസിൻ്റേതാണ്. സെത്ത് റോളിൻസ് സർവൈവർ സീരീസിൽ എടുക്കാൻ പോകുന്ന തീരുമാനത്തെ സംബന്ധിച്ചും ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. സെത്താണ് ഇനി 5ാമത്തെ മെമ്പറായിക്കൊണ്ട് റോമൻ റീൻസിൻ്റെ ടീമിൽ ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രോക്കിൻ്റെ തിരിച്ചുവരവ് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സെത്തിൻ്റെ ഒരു പിക്കും ബ്രോക്കിൻ്റെ പിക്ചർ പങ്കുവച്ചതിന് ശേഷം ഏദം പിയേഴ്സ് പങ്കുവച്ചത് മറ്റൊരു സംശയം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗി, ഏദം പിയേഴ്സ് ഇവർക്ക് തമ്മിൽ ഫേസ് ടു ഫേസ് നൽകുന്ന ഒരു പിക്ചറും ഇപ്പോൾ ഏദം പിയേഴ്സ് ട്വീറ്റ് ചെയ്യുന്നുണ്ട്. ബിഗിയുടെ ഒരു തിരിച്ചുവരവിൻ്റെ ഒരു റൂമർ നിലവിലുണ്ട്. ബിഗിയുടെ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ ന്യൂ ഡേയുടെ 10ാമത്തെ വാർഷികം ആഘോഷിക്കപ്പെടുന്ന റോ എപ്പിസോഡിലൂടെ ആയിരിക്കുമെന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ബിഗിയുടെ തിരിച്ചുവരവിൻ്റെ സൂചന അങ്ങനെയാണ് ഏദം പിയേഴ്സ് പിക്ചറിലൂടെ നൽകുന്നത്. അപ്പോൾ ഏദം പിയേഴ്സിൻ്റെ ഈ ലേറ്റസ്റ്റ് പിക്ചറുകളെല്ലാം തിരിച്ചുവരവിൻ്റെ സൂചനകളാണ് നൽകുന്നത്. എന്തായാലും കോടിക്കണക്കിന് ആരാധകർ ബ്രോക്കിൻ്റെ WWEയിലേക്കുള്ള തിരിച്ചുവരവിനെ കാത്തിരിക്കുന്നുണ്ട്. ഒരു ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.